അപ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിന് ഇപ്പോൾ പണി കിട്ടിയിട്ടുണ്ട്. എന്താണെന്നല്ല, ഇപ്പോൾ കുവൈത്തിലുള്ള ഒരു നിയമം ഉണ്ടല്ലോ, അതായത് നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ നാട്ടിലിപ്പോൾ 6 മാസത്തിൻ്റെ മുകളിൽ 3 മാസം കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടല്ലോ. പക്ഷേ ഇക്കാമ നമുക്ക് ഉണ്ടായിരിക്കണം. ആള് നാട്ടിലാണെങ്കിലും ഇവിടുന്ന് സ്പോൺസർക്കോ അല്ലെങ്കിൽ മന്ദൂപ്പിനോ നമ്മൾ ഇക്കാമ പുതുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ആൾ ഇപ്പോൾ കുവൈത്തിനാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇക്കാമ തീർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പുതുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫൈന് കെട്ടിയിട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ആള് നാട്ടിലാണെങ്കിൽ ഇക്കാമ തീർന്നതിന് ശേഷം ഫൈന് കെട്ടിയിട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ആള് നാട്ടിലാണെങ്കിൽ കുറൂജി അടിക്കാനും വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ഒരുപാട് കമ്പനീൻ്റെ മൽഫൊക്കെ ബന്ധമായിട്ടുണ്ട്, ഇക്കാമ അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ആ സമയത്ത് കുറൂജിയൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഇക്കാമ തീർന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ആ ഇക്കാമ അടിക്കാനോ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ആള് നാട്ടിലുണ്ടാകുമ്പോൾ തീർന്നതിന്റെ ശേഷം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അത് ക്യാൻസൽ ആയിപ്പോകും. അതുപോലെ തന്നെ 20-ാം നമ്പർ വിസക്കാർക്ക് ആള് നാട്ടിലാണെങ്കിൽ ഇവിടുന്ന് വിസ അടിക്കുമ്പോൾ ചില ആൾക്ക് മെഡിക്കൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താ വെച്ചെങ്കിൽ ആരെയാണോ വിസ അടിക്കേണ്ടത് അവരുടെ പാസ്പോർട്ട് കോപ്പി, സിവിൽ ഐ ഡി കോപ്പി, സ്പോൺസറിന്റെ സിവിൽ ഐ ഡി കോപ്പി, ഇതുമായി നേരെ സഭയിൽ മെഡിക്കൽ എടുക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞെങ്കിൽ സ്പോൺസർക്ക് ഓൺലൈനിൽ അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഓൺലൈനിൽ വിസ അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം ആളുകൾ എത്തിയതിൻ്റെ ശേഷം മെഡിക്കൽ ചെയ്താൽ മതി.